പൂർണ്ണമായ ഒരു അധികാരം രാഷ്ട്രപതിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു MLA മൂല്യം എന്ന് പറയുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്ന മൂല്യം എന്ന് പറയുന്നത് 152. അപ്പോൾ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയെ പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. ഹായ് ആൾ, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുൺ രാജ് സായി. നമ്മളിന്ന് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസിന് സാധാരണ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പൊതുഭരണം എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ലെജിസ്ലേറ്റീവായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ലെജിസ്ലേറ്റീവായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്ന രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. നമുക്ക് കേന്ദ്ര ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 സഭകളുണ്ട്. നമുക്ക് 2 സഭകളെന്ന് പറയുമ്പം ഒന്ന് ലോക്സഭയും ഒന്ന് രാജ്യസഭയും, 2 സഭകളുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രസിഡന്റ്, രാഷ്ട്രപതിയും കൂടി ചേരുമ്പോഴാണ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഫോമിലേക്ക് വരുന്നത്. കേന്ദ്ര ഭരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ഫോമിലേക്ക് വരണമെങ്കിൽ ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും അതുപോലെ തന്നെ രാഷ്ട്രപതിയും കൂടി ചേർന്നിട്ടാണ്. എന്നാൽ പൂർണ്ണമായ ഒരു അധികാരം രാഷ്ട്രപതിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. രാഷ്ട്രപതിക്ക് പൂർണ്ണമായ ഒരു അധികാരമൊന്നുമില്ല. നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ പറയുന്നത് പോലെ ഒരു അധികാരമൊന്നും ആർക്കുണ്ടാവില്ല, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഉണ്ടാവില്ല. എന്നാൽ ഔപചാരികമായ ഇന്ത്യയുടെ തലവൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ. നമുക്കറിയാം രാഷ്ട്രപതി എന്ന് പറയുന്നൊരു പദം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ 52-ാം വകുപ്പ് പ്രകാരമാണ്. ഭരണഘടനയിലെ 52-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി എന്ന് പറയുന്ന പദവിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് തലവനാണ്. അതുപോലെ തന്നെ സായുധ സേനകളുടെ തലവനാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അദ്ദേഹം പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാര്യം നമ്മൾ പറയുന്ന പോലെ പൂർണ്ണമായിട്ടും ഒരു പൂർണ്ണാധികാരമുള്ള ഒരു പ്രസിഡന്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ പറയും. കാരണം നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അതിനെ ബേസ് അല്ലെങ്കിൽ അതിനെ അവരുണ്ടാക്കുന്ന നിയമങ്ങൾ പാസ്സാക്കുക, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ വരുന്ന പ്രസിഡന്റിൻ്റെ ചുമതലയിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പോലെയൊക്കെ വരും. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നമുക്കറിയാം രാജ്ഞിക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അതേപോലത്തെ പവറാണ്. ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ബാക്കിയുള്ള അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഈ പറയുന്നത് പോലെ നിയമങ്ങൾ പാസ്സാക്കി വിടുക തുടങ്ങിയ കാര്യങ്ങളാണ് രാജ്ഞിക്കുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്കുള്ളത്. അതാ പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജ്ഞിയെ പോലെ കേവലം രാഷ്ട്രത്തിൻ്റെ ഭരണഘടന മേധാവി അല്ലെങ്കിൽ ഭരണഘടന അനുസൃതമായ ഒരു തലവൻ, ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു തലവൻ മാത്രമാണ് നമ്മുടെ രാഷ്ട്രപതി. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പൂർണ്ണമായ ഒരു അധികാരമുള്ള ഒരു പവറൊന്നുമല്ല അദ്ദേഹത്തിനുള്ളത്. ഇനി 5 വർഷമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷം കൂടുമ്പോഴാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് പറയാം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് 54-ാം വകുപ്പാണ്. ഭരണഘടനയിലെ 54-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് പറയുന്നുണ്ട്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് മത്സരിക്കണമെങ്കിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. സാധാരണ ഒരു MLA തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ MP തിരഞ്ഞെടുക്കുക, അതിൽ വാർഡ് മെമ്പർ തിരഞ്ഞെടുക്കുക പോലുള്ള കാര്യങ്ങളെല്ലാം ജനാധിപത്യ രീതിയിലാണ് ചെയ്യുന്നത്. ജനങ്ങൾ നേരിട്ട് പോയി വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചു വിടുന്നു. പക്ഷേ എന്നാൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആ രീതിയിലേ അല്ല ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ്? പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുത്ത അംഗങ്ങൾ ചേർന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതായത് പാർലമെൻറ്റിലെ അംഗങ്ങൾ, ലോക്സഭ രാജ്യസഭയിലെ അംഗങ്ങളും നിയമസഭകളിലെ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെ MLA-മാരും കൂടി ചേർന്നിട്ട് ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. ഈ ഇലക്ട്രൽ കോളേജാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതായത് മൂല്യമാണ്. ഒരു MLA സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു MLAക്ക് ഇത്ര മൂല്യമെന്നുണ്ട്. അതെങ്ങനെയാണ് മൂല്യം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യമാണ് 152 മൂല്യം എന്ന് പറയുന്നത്. ഒരു MLA-യുടെ മൂല്യം എന്ന് പറയുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് കൊടുക്കുന്ന മൂല്യം എന്ന് പറയുന്നത് 152. എന്നാൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശൊക്കെ പോകുമ്പോഴത്തേക്ക് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലെയും MLA-മാർക്ക് കൊടുക്കുന്ന മൂല്യം, ഈ മൂല്യവും പാർലമെൻറ്റിലെ അംഗങ്ങളുടെ, അതായത് ലോക്സഭ രാജ്യസഭയിലെ അംഗങ്ങളുടെ മൂല്യവും കൂടി ചേർത്തിട്ടാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറ്റുന്നത്. ആ വോട്ടിൻ്റെ ഫലമാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് പാർലമെൻറ്റിലെ അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളും കൂടി ചേർന്നിട്ട് ഒരു ഇലക്ട്രൽ കോളേജ് സംവിധാനമാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി.
ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നൊരു പ്രക്രിയ ഇംപീച്ച്മെൻറ്റ്. നമുക്കറിയാം അമേരിക്കൻ ഭരണഘടനയുടെ പല കാര്യങ്ങളും നമ്മൾ കടമെടുത്തതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു സാധനമാണ് ഈ ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ചുമ്മാ അങ്ങ് രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രപതി ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നു എന്ന് കണ്ടാൽ മാത്രമേ പുറത്താക്കാൻ കഴിയൂ. ആരാ പുറത്താക്കേണ്ടത്? പാർലമെൻറ്റാണത് പുറത്താക്കേണ്ടത്. ഒരു രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നീക്കം ചെയ്യുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാനാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് രാഷ്ട്രപതിയെയും ഇംപീച്ച് ചെയ്യുക. രാഷ്ട്രപതിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ്. ഈ ഇംപീച്ച്മെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രപതി ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തി ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇംപീച്ച് ചെയ്യാം. ഇംപീച്ച് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നോട്ടീസ് കൊടുക്കണം. എവിടെ നോട്ടീസ് കൊടുക്കണം? ഏത് സഭയിലാണ് ആദ്യം? അങ്ങനെയൊന്നുമില്ല, ഏത് സഭയിൽ വേണോ കൊടുക്കാം. ലോക്സഭയിലോ രാജ്യസഭയിലോ എങ്ങനെ വേണോ കൊടുക്കാം. മറ്റൊരു പ്രത്യേകത ഉള്ളതെന്ന് പറയുന്നത്, 14 ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം. ഒരു രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കുന്നതിന് 14 ദിവസം സമയമുണ്ട്. 14 ദിവസത്തിന് മുമ്പ് കൊടുക്കണം. ഇത് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ ലോക്സഭയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ കൊണ്ടുവരാം. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഈ നോട്ടീസ് കൊടുക്കണമെങ്കിൽ രാജ്യസഭയിലെയോ ലോക്സഭയിലെയോ അംഗങ്ങൾ, ഇപ്പോൾ ഏത് സഭയിലാണോ കൊടുക്കുന്നത്, ലോക്സഭയിലാണ് കൊടുക്കുന്നതെങ്കിൽ 4/1 പേരെങ്കിലും ആ നോട്ടീസിൽ ഒപ്പിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ? സഭ അംഗീകരിക്കത്തുള്ളൂ. അത് അവതരിപ്പിക്കാനുള്ള അംഗീകാരം കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? സഭ ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിനു ശേഷം വോട്ടിനിടും. ഇതിന് അനുകൂലിക്കുന്നവർ 4/3 ഭാഗം, 4/3 പേർ, അതായത് ഭൂരിപക്ഷത്തിൻ്റെ 3 ഭാഗം, 4/3 ഭാഗം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം. ഇതാണ് നിയമം എന്ന് പറയുന്നത്. അത് ഏത് സഭയാണ്? ഇപ്പോൾ ആദ്യം ലോക്സഭയിലാണെങ്കിൽ ലോക്സഭ കഴിഞ്ഞിട്ട് അടുത്ത രാജ്യസഭയിലേക്ക് പോകാം. ഇത് ഏത് സഭയിലാണ് അവതരിപ്പിക്കുക എന്നൊരു നിയമമൊന്നുമില്ല. ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കുക. ഇതാണ് ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇംപീച്ച്മെൻറ്റ് പറഞ്ഞ കാരണം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി ഞാൻ പറഞ്ഞു. എന്താണ്? പാർലമെൻറ്റിലെ അംഗങ്ങളും നിയമസഭകളിലെ അംഗങ്ങളും കൂടി ചേർന്നൊരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. ഇലക്ട്രൽ കോളേജ് എന്ന് പറയുമ്പോൾ ഓരോ അംഗങ്ങൾക്കും ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ് വോട്ടായിട്ട് കൂട്ടിയിട്ട് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി. ഇനി മറ്റൊരു കാര്യം, ഇത് എവിടെ നിന്നാണ് ഈ രാഷ്ട്രപതിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ രീതി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിലാണ് ഈ രീതിയുള്ള. അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയിൽ നിന്നുമാണ് ഈ പറയുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഈ രീതിയിലേക്ക് നമ്മൾ എത്തിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയെ പറയുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ്. ഇംപീച്ച്മെൻറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ പാർലമെൻറ്റാണ്. പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുന്നു, ചർച്ച ചെയ്യുന്നു. 4/3 പേർ അതിനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ എന്ത് ചെയ്യാം? ഇംപീച്ച് ചെയ്യാം. ഭരണഘടനാ ലംഘനത്തിന് മാത്രമേ, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. എന്തിനാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യേണ്ടത്? രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ അദ്ദേഹം ഒരു ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം ചെയ്യണം. ചുമ്മാ നമുക്ക് ഇംപീച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനെന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കാണ്, നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കാണ്. എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് എന്ന് പറയാൻ കാരണം? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ രാഷ്ട്രപതിയാണ്. അമേരിക്ക റിപ്പബ്ലിക്കൻ കൺട്രിയാണ്, കാരണം അവിടുത്തെ രാഷ്ട്രത്തലവൻ രാഷ്ട്രപതിയാണ്. എന്നാൽ ബ്രിട്ടൻ അങ്ങനെയല്ല. ബ്രിട്ടൻ്റെ പ്രത്യേകത, ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയാണ്, പ്രസിഡന്റിന് അവിടെ സ്ഥാനമൊന്നുമില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കൻ കൺട്രിയാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് പ്രസിഡന്റാണ് നമ്മുടെ രാഷ്ട്രത്തലവൻ. അദ്ദേഹത്തെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞത്. 14 ദിവസത്തിന് മുമ്പ്, അതായത് സഭ ഈ കാര്യത്തിന് വേണ്ടി കൂടുന്നതിന് 14 ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുത്ത്, നോട്ടീസിൽ 4/1 എന്നുള്ള രീതിയിൽ അംഗങ്ങൾ ഒപ്പിട്ട് നോട്ടീസ് കൊടുത്ത്, ആ നോട്ടീസിലുള്ള കാര്യം ചർച്ച ചെയ്തതിന് ശേഷം 4/3 പേർ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റൂ. അത് ഏത് സഭയിൽ എന്നൊന്നുമില്ല. ലോക്സഭയിൽ ആദ്യം അവതരിപ്പിക്കുക, അല്ലെങ്കിൽ രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കുക, എവിടെ വേണോ അവതരിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യാം? പുറത്താക്കാം. അതിന് കാരണം ഇത്ര ആയിരിക്കണം: ഭരണഘടനാ ലംഘനം. ഭരണഘടനാ ലംഘനത്തിന് മാത്രമേ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടാവുകയുള്ളൂ? പാർലമെൻറ്റിനുണ്ടാവുകയുള്ളൂ. അടുത്തത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ. ഇനി നമുക്ക് അറിയാം രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് എന്ന് ചോദിക്കും. പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. എന്നാൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വരികയോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയാണ്. ഏത് കോടതി എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ
പരിഹരിക്കപ്പെടുന്നത് എവിടെ വെച്ചായിരിക്കും? സുപ്രീം കോടതിയിലാണ് അത് പരിഹരിക്കപ്പെടുന്നത്. തർക്കം കേൾക്കുന്നതും അതിന് പരിഹാരം കൊണ്ടുവരുന്നതൊക്കെ സുപ്രീം കോടതിയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ CPO WCPOയുടെ പരീക്ഷാ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കുക, അതിനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സിസ്റ്റത്തിലാണ് ആ സാധനം. നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന പോലെ നമുക്ക് ഫോളോ, നമുക്ക് ഓരോരുത്തർക്കും അതാത് സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ അത് എങ്ങനെ ക്ലാസ് കൊണ്ടുപോകണം, അതല്ലെങ്കിൽ എങ്ങനെ പഠിച്ചുകൊണ്ട് പോകണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ച് നമ്മളിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. WCPയുടെയും CPയുടെയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായ സിലബസ് ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫാക്കൽറ്റീസ് വന്ന് നിങ്ങൾക്ക് എങ്ങനെ അത് ക്രാക്ക് ചെയ്യാം എന്നുള്ള മുഴുവൻ ഐഡിയയും തന്നുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു നമ്പറുണ്ട്, 8590202323 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ. ആ നമ്പർ ഒന്നുകൂടി പറയാം, 8590202323. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും. നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല, കാരണം അത്രയും നല്ല ക്ലാസ്സാണ് ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പ്രസിഡൻ്റ് ആകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം, അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഒരു പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. 2, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിയായിരിക്കണം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരിക്കുക. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള, അതായത് ഇപ്പം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള കുറേ യോഗ്യതകളുണ്ട്. ആ യോഗ്യതകളെല്ലാം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനും ഉണ്ടാവണം. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക നില കൃത്യമായ വ്യക്തിയായിരിക്കണം. മാനസിക നില അബ്നോർമലായിട്ടുള്ള ഒരാളിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇന്ന് കൃത്യമായ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം, കറക്റ്റായിട്ട് നോർമലായിട്ടുള്ള മാനസിക നിലയുള്ള വ്യക്തിയായിരിക്കണം. ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങൾ, അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ, കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനങ്ങളുടെയോ സ്ഥാപനങ്ങളിൽ പ്രതിഫലം പറ്റി ഒരു ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഗവൺമെൻറ്റുകളുടെ ഭാഗമായിട്ട് അവരുടെ സ്ഥാപനങ്ങളിൽ പ്രതിഫലം പറ്റി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാകരുത് ആര്? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന വ്യക്തി. അപ്പോൾ ഇത്രയാണ് നമ്മൾ യോഗ്യതകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ യോഗ്യതകളെക്കുറിച്ച് പറഞ്ഞു, 35 വയസ്സ് തികഞ്ഞിരിക്കണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന എല്ലാ യോഗ്യതകളും ഇദ്ദേഹത്തിനുണ്ടായിരിക്കണം. മറ്റൊരു പ്രത്യേകത ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. ഇനി അധികാരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു അധികാരങ്ങൾ എത്രത്തോളമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിക്കാണ് സർക്കാരിൻ്റെ മുഴുവൻ ചുമതലയെങ്കിലും സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് സർക്കാർ പാസ്സാക്കുന്ന ബില്ലുകൾ ഒപ്പിട്ട് അത് നിയമമാക്കുന്നത് പ്രസിഡൻ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സർക്കാർ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഉടനെ അത് നിയമമൊന്നും ആവത്തില്ല. പാർലമെൻറ്റിൽ പാസ്സാക്കിയത് പ്രസിഡന്റ് ഒപ്പിട്ടെങ്കിൽ മാത്രമേ അത് നിയമമാവത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, സർക്കാർ കൊണ്ടുവരുന്ന തെറ്റായ നയങ്ങൾക്ക് ആര് ഉത്തരവാദിയല്ല? പ്രസിഡന്റ് ഉത്തരവാദിയല്ല. അത് കൃത്യമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഭരണഘടനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമാണ് ആര്? പ്രസിഡന്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ സർക്കാർ കൊണ്ടുവരുന്ന തെറ്റായ ഏതെങ്കിലും നയങ്ങളോ നിയമങ്ങളോ മൂലമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് പ്രസിഡന്റ് ഒരിക്കലും ഉത്തരവാദിയായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ ഒരു സമരവും നമ്മൾ നടത്താറില്ല. കാരണം അദ്ദേഹം അല്ല ഉത്തരവാദി, പ്രധാനമന്ത്രിക്കെതിരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സമരം നടത്തുന്നത്. അതാണ് വ്യത്യാസം. ആ ഒരു കാര്യം കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് കാരണമാകുന്ന എന്തെങ്കിലും നിയമങ്ങളോ നയങ്ങളോ കൊണ്ടുവരുന്നതിൻ്റെ ഉത്തരവാദി ആരായിരിക്കില്ല? പ്രസിഡന്റ് ആയിരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് കുറേ അധികാരങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ തലവൻ, ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണെങ്കിലും ഔപചാരിക തലവൻ എപ്പോഴും ആര് തന്നെയായിരിക്കും? പ്രസിഡന്റ് തന്നെയായിരിക്കും. ഔപചാരിക തലവൻ എന്ന് പറയുന്ന ആര് തന്നെയായിരിക്കും? പ്രസിഡന്റ് തന്നെയായിരിക്കും. ഔപചാരിക അർത്ഥത്തിൽ രാഷ്ട്രപതിക്ക് വിപുലമായ അധികാരങ്ങളുണ്ട്. എന്തൊക്കെയാ? മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ മന്ത്രിമാർ അധികാരത്തിലേറ്റു, പുതിയ MP മാർ വരെയാണ്. അധികാരം വന്നില്ല, അതിന് മുമ്പായിട്ട് പ്രധാനമന്ത്രി എന്ത് ചെയ്യും?
രാജി കൊടുത്തതിന് ശേഷം പ്രസിഡന്റിനോട് പറയും ലോക്സഭ പിരിച്ചുവിടാൻ പറയും. ഈ ലോക്സഭ പിരിച്ചുവിടുക എന്നുള്ളത് ഗവൺമെൻറ് കൊടുക്കുന്ന ഉപദേശമാണ്. ഈ ഉപദേശം കൊണ്ട് പ്രസിഡന്റ് എന്ത് ചെയ്യും? ലോക്സഭ പിരിച്ചുവിടും. ലോക്സഭ പിരിച്ചുവിട്ടതിന് ശേഷമാണ് അടുത്ത ആൾക്കാർ അവിടെ എംപിമാരായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു രീതി എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ആര് ബാധ്യസ്ഥനാണ്? പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. നമുക്ക് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് ചോദിക്കാം, പ്രസിഡന്റ് ഇതിന് ബാധ്യസ്ഥനാണെന്ന്. ശരിയാണ്, സർക്കാരിൻ്റെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ആര് ബാധ്യസ്ഥനാണ്? പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. ഇക്കാര്യം ഭരണഘടനയിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മന്ത്രിസഭയിൽ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇക്കാര്യം ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയിലെ 74(1) വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതിയെ സഹായിക്കുവാനും അദ്ദേഹത്തെ ഉപയോഗിക്കുവാനും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 74(1) പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിനെ സഹായിക്കുവാൻ അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഉപയോഗപ്പെടുത്താൻ, പ്രസിഡന്റിൻ്റെ അധികാരങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് കൃത്യമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉപദേശം അനുസരിച്ചായിരിക്കണം രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കേണ്ടത്. ഒരുപാട് ചുമതലകളുണ്ട്. സർക്കാർ കൊടുക്കുന്ന ഉപദേശങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അദ്ദേഹം പൂർണ്ണമായിട്ടും രാഷ്ട്രത്തലവനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മൾ ഔപചാരികമായ രാഷ്ട്രത്തലവൻ ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. പക്ഷേ ഭരണകാര്യങ്ങളുടെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാണ് അവിടെ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, സർക്കാരിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് പക്ഷേ നിയമമാവണമെങ്കിൽ ആര് വിചാരിക്കണം? പ്രസിഡന്റ് വിചാരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ വിവേചനാധികാരം, നമ്മൾ ഇത്രയും പറഞ്ഞത് സർക്കാരിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യം. എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വിവേചനാധികാരമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രധാന വിഷയങ്ങളെക്കുറിച്ചും മന്ത്രിസഭയിൽ ഉള്ള ചർച്ചകളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ അറിയുവാൻ പ്രസിഡന്റിന് അവകാശമുണ്ട്. ഒരിക്കലും മന്ത്രിസഭ കൂടുന്നിടത്ത് പ്രസിഡന്റ് പോയിരിക്കില്ല. പ്രസിഡന്റിന് അവിടെ പോകേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിൽ ഇപ്പോൾ മന്ത്രിസഭ ഒരു കാര്യം ചർച്ച ചെയ്തു, മന്ത്രിസഭ ഒരു കാര്യം ചർച്ച ചെയ്തിട്ട് ഒരു പുതിയ കാര്യം കൊണ്ടുവരികയാണ്. പുതിയ നിയമമല്ല, പുതിയ നയമായിരിക്കും. സർക്കാർ മന്ത്രിസഭയുടെ നയം അല്ലെങ്കിൽ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കും. മന്ത്രിസഭ തീരുമാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ജനങ്ങൾ ഭയങ്കര പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ, നിയമ പ്രശ്നങ്ങളുണ്ടാവാം, രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളും മന്ത്രിസഭയിലെ നടത്ത ചർച്ചകളുടെയും വ്യക്തത ആർക്കറിയണം? നമ്മുടെ പ്രസിഡന്റിന് അറിയണം. പ്രസിഡന്റ് ഉടനെ പ്രധാനമന്ത്രിയോട് ചോദിക്കും, എനിക്കിത് കൃത്യമായിട്ട് അറിയണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? പ്രധാനമന്ത്രിക്കുണ്ട്. കൃത്യമായി മന്ത്രിസഭ ചർച്ചകളുടെയും മന്ത്രിസഭ പുറത്തിറക്കിയ നയങ്ങളുടെയും വിശദ വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. അത് വിവേചനാധികാരം 1-ലാണ്. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും നൽകുക എന്നുള്ളത് പ്രധാനമന്ത്രി ബാധ്യസ്ഥനാണ്. പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നൽകുക എന്നുള്ളത് ആരുടെ ബാധ്യതയാണ്? പ്രധാനമന്ത്രിയുടെ. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിസഭയിൽ എടുക്കുന്ന ഒരു തീരുമാനം അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, പ്രസിഡന്റിന് തോന്നുകയാണ് അവിടെ നടത്തിയ ചർച്ചയുടെ വിശദാംശം അറിയണം, ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നിയമം. എന്നാൽ ഒരിക്കൽ തിരിച്ചയച്ച ഉപദേശങ്ങൾ, ഇപ്പോൾ ഉപദേശങ്ങൾ തിരിച്ചയക്കുകയാണ്. ഇപ്പോൾ ഉപദേശങ്ങൾ പറയുകയാണ്, സർക്കാർ ഒരു ഉപദേശം പറയുകയാണ്. ഉപദേശം പറയുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുക, സുരക്ഷയെ ബാധിക്കുന്ന രീതി, ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് തിരിച്ചയക്കാം. ആരിലേക്ക്? തിരിച്ച് മന്ത്രിസഭയ്ക്ക് തന്നെ അയക്കാം, അല്ലെങ്കിൽ സർക്കാരിന് തന്നെ അയച്ചിട്ട് പുനഃപരിശോധിക്കാൻ പറയാം. അതിനുള്ള ബാധ്യത ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. എന്നാൽ സർക്കാരിലേക്ക് എത്തിയ ഇതേ കാര്യം തന്നെ സർക്കാർ പുനഃപരിശോധിച്ചിട്ട് തിരിച്ച് പ്രസിഡന്റിനെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം? അംഗീകരിച്ചിരിക്കണം. പ്രസിഡന്റിൻ്റെ അടുത്ത് തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് അത് അംഗീകരിക്കുക, പുനഃപരിശോധിച്ചതിന് ശേഷം തിരിച്ചു കൊടുത്തു. ആർട്ടിക്കിൾ 111 പ്രകാരം രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരം. വീറ്റോ അധികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീറ്റോ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ അത് തെറ്റായിരിക്കാം, ആ തീരുമാനങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ, തടസ്സപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് ബാൻ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ആ വീറ്റോ അധികാരമുള്ള വ്യക്തിക്കുണ്ട്. അതാണ് വീറ്റോ അധികാരം എന്ന്, വീറ്റോ പവർ എന്ന് പറയുന്നത്. അത് ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. സർക്കാർ എടുക്കുന്ന തെറ്റായ ഒരു നയത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ടാവും? പ്രസിഡന്റ്. അപ്പോൾ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്രകാരം അദ്ദേഹത്തിന് പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ, നമ്മൾ കേട്ടിട്ടുണ്ട്, പാർലമെന്റ് ഒരു ബില്ല് പാസ്സാക്കുന്നു, പ്രസിഡന്റ് ഒപ്പിടുമ്പോഴേ ആ ബില്ല് നിയമമാവുകയുള്ളൂ. അതെ, ഒരു ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കുന്നു, പ്രസിഡന്റ് ഒപ്പിട്ടെങ്കിൽ മാത്രമേ ആ ബില്ല് നിയമമാവുകയുള്ളൂ. ആ ബില്ലിനെ തടഞ്ഞു വയ്ക്കാനുള്ള അവകാശം പ്രസിഡന്റിനുണ്ട്. എന്തിന് തടഞ്ഞു വെച്ചു എന്ന് ചോദിക്കാൻ പറ്റില്ല. എത്ര കാലം വേണോ അദ്ദേഹത്തിന് തടഞ്ഞു വയ്ക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്ര കാലം വേണോ തടഞ്ഞു വയ്ക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അത് ബില്ലുകൾ തടഞ്ഞു വയ്ക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാം.
അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഓരോ ബില്ലുകളും അനുമതിക്കായി പ്രസിഡന്റിൻ്റെ മുന്നിൽ എത്തിക്കേണ്ട. പാർലമെൻറ്റ് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയ ബില്ല് പ്രസിഡന്റിൻ്റെ അടുത്തെത്തി പ്രസിഡന്റ് ഒപ്പിട്ടെങ്കിൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് എത്തുന്ന നിയമമാകത്തുള്ളൂ. അതുവരെ പ്രസിഡന്റ് ഒപ്പിടുന്നത് വരെ ബില്ല് മാത്രമേ പാസ്സാവുന്നുള്ളൂ. അതൊരിക്കലും നിയമമായിട്ട് അത് നിലവിൽ വരില്ല, നമ്മുടെ രാജ്യത്ത് നിലവിൽ വരില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എല്ലാ ബില്ലുകളും ആരുടെ മുന്നിലെത്തണം? പ്രസിഡന്റിൻ്റെ മുന്നിലെത്തണം. ബില്ലുകൾ പുനഃപരിശോധന, നേരത്തെ ഞാൻ ഉപദേശത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ബില്ലുകൾ പുനഃപരിശോധന നടത്തി, ബില്ലുകളെല്ലാം പുനഃപരിശോധന നടത്തി തിരിച്ചയക്കാനായിട്ട് സർക്കാരിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പ്രസിഡന്റ് നോക്കുമ്പോൾ ഈ ബില്ല് ശരിയാവില്ല എന്ന് തോന്നി, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നി സർക്കാരിനോട് പറയണം പുനഃപരിശോധിച്ചിട്ട് ഒന്നുകൂടെ അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിലേക്ക് ആർക്ക് അയക്കാം? പ്രസിഡന്റിന് അങ്ങനെ അയക്കാം. എന്നാൽ പാർലമെൻറ്റ് പുനഃപരിശോധന നടത്തിയ ശേഷം, സർക്കാരിലേക്ക് പാർലമെൻറ്റിലേക്കാണ്, പാർലമെൻറ്റ് ഇത് പാസ്സാക്കിയ ബില്ലാണ് പ്രസിഡന്റിൻ്റെ കയ്യിലെത്തി, പ്രസിഡന്റ് അത് പുനഃപരിശോധിക്കാൻ വീണ്ടും പാർലമെൻറ്റിന് അയച്ചു, പാർലമെൻറ്റ് അത് പുനഃപരിശോധിച്ച് തിരിച്ച് ആരിലേക്ക് അയക്കാം? പ്രസിഡന്റിനെ അയക്കും. പക്ഷെ അവിടെ പ്രസിഡന്റ് ഒപ്പിടണം എന്നുള്ളതാണ്. ഏത് ബില്ല് തീർപ്പ് കൽപ്പിക്കാതെ എത്ര കാലം വേണമെങ്കിലും തടഞ്ഞു വയ്ക്കുവാനോ അതുപോലെ തന്നെ എത്ര കാലം വേണമെങ്കിലും തടഞ്ഞു വയ്ക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ പിടിച്ചു വയ്ക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവർക്കും അറിയാം ലോക്സഭാ ഇലക്ഷനെ മുന്നണികളായി മത്സരിക്കാറുണ്ട്, പാർട്ടികളായിട്ട് രാഷ്ട്രീയ പാർട്ടികളായിട്ട് മത്സരിക്കാറുണ്ട്. ഈ ലോക്സഭാ ഇലക്ഷൻ അവസാനം വിജയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ലോക്സഭ ഞാൻ പറയാൻ കാരണം പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോക്സഭയിൽ വിജയിക്കുന്നവർ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പാർട്ടിക്കും പാർലമെൻറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല. മത്സരിച്ച 5 പാർട്ടി ഉണ്ടെങ്കിൽ ഈ 5 പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല. എല്ലാവരും എന്താണ് തൂക്ക് ലെവലിലാണ്, എല്ലാവരും ഒന്നുപോലെ ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിലാരെ പ്രധാനമന്ത്രിയാക്കണം? അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവർ ഈ 5 പേർക്ക് വ്യക്തമായ ഭൂരിപക്ഷമില്ല, എന്നാൽ എല്ലാവർക്കും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. ഇവരെന്ത് ചെയ്യും? ഞാൻ മന്ത്രിസഭ രൂപീകരിക്കുക, ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിക്കാമെന്ന് ഓരോരുത്തരും പ്രസിഡന്റിനോട് പറയും. എന്നാൽ ഇതിലാരെ പ്രധാനമന്ത്രിയാക്കണമെന്നും ഇതിലാരെ മന്ത്രിസഭ രൂപീകരിക്കാൻ അനുവദിക്കണമെന്നും ആർക്ക് തീരുമാനിക്കാം? പ്രസിഡന്റിന് തീരുമാനിക്കാം. അതായത് ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പലരും മത്സരിച്ചിട്ട് അവസാനം റിസൾട്ട് വന്നപ്പോൾ ഭൂരിപക്ഷം ഒന്നുപോലെ നിൽക്കുന്നു. വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും കൂടുതലോ കുറവൊന്നുമില്ല. അവരെല്ലാവരും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് പ്രസിഡന്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിന് ആരെ സ്വീകരിക്കണമെന്ന് പ്രസിഡന്റിന് തീരുമാനിക്കാം. അത് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരത്തിൽ പെടുന്ന ഒരു സാധനമാണ്. നമ്മുടെ ക്ലാസ്സുകൾ ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട പോർഷനാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്ലാസ്സുകൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടിലൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ കിടിലൻ ക്ലാസ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ റിസൾട്ടുകളും വളരെ നല്ല റിസൾട്ടുകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പരീക്ഷകളിൽ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ നല്ല റിസൾട്ടാണ്. സാധാരണ ഒരു ലേണിംഗ് ആപ്പിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം ജോയിൻ ചെയ്യുക, കാരണം വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ വളരെ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പോയാൽ മതിയാവും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ നമ്പറിൽ ഞാൻ വീണ്ടും നമ്പർ ഓർമ്മിക്കുകയാണ്, 8590202323. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അതിനകത്ത് അറിയാൻ കഴിയും. എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. കാരണം നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഒരുപാട് വാരി വലിച്ചിട്ട് പഠിക്കാതെ കുറച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോവുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും. അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് ആരും പരിശ്രമിക്കുക. ഷോർട്ട് ലിസ്റ്റിൽ കയറുക എന്ന് പറയുന്നത് 3 വർഷം കഴിയുമ്പോൾ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും. അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. മാക്സിമം റാങ്ക് ലിസ്റ്റ് കയറി ഏറ്റവും ടോപ്പിൽ എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ചാനലുണ്ട്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാക്സിമം കൂട്ടുകാർക്ക്, നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവരും LD എഴുതുന്നവരും LP UP എഴുതുന്നവരും CPO WCP എഴുതുന്നവരുമായ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിലുണ്ട്, യൂട്യൂബ് ചാനലിലുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തില്ല. കൂടുതൽ ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതിനകത്ത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.